അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കൂട്ടായ്മയുടെയും സുഗമമായ സഞ്ചാരത്തിന് ഒരു നേതൃത്വം അനിവാര്യമാണ്. പ്രകൃതിമതമായ ഇസ്ലാം അത്തരം കൂട്ടായ്മക്കും നേതൃത്വത്തിനും ആ നേതൃത്വത്തെ അനുസരിക്കുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. 3 പേർ ഒന്നിച്ചൊരു യാത്ര പോവുകയാണെങ്കിൽ പോലും ആ ഒരു കൊച്ചു യാത്രാ സംഘത്തിനും ഒരു നേതാവ് വേണമെന്നതാണ് പ്രവാചകാധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഖറജ സലാസും ഫീ സഫർ ഫല്യുഅമ്മിറു അഹദഹും. 3 പേർ ഒന്നിച്ചൊരു യാത്ര തിരിച്ചാൽ അതിൽ ഒരാളെ അമീറാക്കുക, അഥവാ ഒരു കൊച്ചു സംഘം പോലും ഒരു നേതൃത്വത്തിന് കീഴിലാവുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. 5 നേരത്തെ നമസ്കാരവും വെള്ളിയാഴ്ചയിലെ ജുമുഅയും വർഷത്തിലെ പെരുന്നാൾ നമസ്കാരങ്ങളും ഏറ്റവും മഹത്തായ ഹജ്ജ് കർമ്മവുമെല്ലാം ഒരു ഇമാമിന് കീഴിൽ നടത്തപ്പെടുന്നതാണ് ഇസ്ലാമിൻ്റെ രീതി. ഒരു രാഷ്ട്രം രൂപപ്പെടുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിനൊരു തലവനുണ്ടാകണമെന്നും ആ തലവനെ അനുസരിക്കൽ ബാധ്യതയാണെന്നുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലയോ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ് നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുവിൻ, വ അതീഉർ റസൂൽ അവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുവിൻ, വ ഉലിൽ അംരി മിൻകും നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവിൻ. ആ നേതൃത്വത്തെ അനുസരിക്കുന്നതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന നാളുകളിൽ നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞതായി ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസീകും ബിസ്സമഇ വത്താഅ വ ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി. നിങ്ങളെ നയിക്കുന്നത് ഒരു എത്യോപ്യൻ അടിമയാണെങ്കിൽ പോലും അവനെ നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അഥവാ വളരെ ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് എത്ര വലിയ നേതാവിൻ്റെ അധ്യാപനങ്ങളെയും നാം അനുസരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും നാം അനുസരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വളരെ ഗൗരവമായി പഠിപ്പിച്ച മറ്റൊരു വിഷയമുണ്ട്. മതനിയമങ്ങൾ മാറ്റാനുള്ള, മതനിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ മതനിയമങ്ങളിൽ മാറ്റം വരുത്താൻ പണ്ഡിതന്മാർക്കോ നേതാക്കൾക്കോ യാതൊരു അധികാരവുമില്ല. അള്ളാഹു ഹലാലാക്കിയ ഒന്നിനെ ഹറാമാക്കുവാനോ അള്ളാഹു ഹറാമാക്കിയ ഒന്നിനെ ഹലാലാക്കുവാനോ നമുക്കാർക്കും തന്നെ ഒരു അധികാരവുമില്ല. അത്തരത്തിൽ നാം നമ്മുടെ നേതാക്കൾക്കോ നാം നമ്മുടെ പണ്ഡിതർക്കോ അത്തരത്തിലുള്ള ഒരു അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന പക്ഷം അത് അവരെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ക്രിസ്തുമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബി വര്യൻ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോവുകയായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന് പറയുന്ന ആയത്ത് പാരായണം ചെയ്യുകയായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്ത്യാനികളും യഹൂദരും അവരിലെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും മറിയമിൻ്റെ മകൻ മസീഹിനെയും അവർ അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിച്ചു എന്നതാണ്. ഇത് കേട്ട അദിയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നാം അവരെ ആരാധിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹു ഫതുഹർരിമൂനഹു വയുഹില്ലൂന മാ ഹറമല്ലാഹു ഫതുഹില്ലൂനഹു. അള്ളാഹു ഹലാലാക്കിയ ഒന്നിനെ അവർ ഹറാം
ഹറാമാക്കുകയും നിങ്ങൾ അതിനെ ഹറാമായി സ്വീകരിക്കുകയും അള്ളാഹു ഹറാമാക്കിയ ഒന്നിനെ അവർ ഹലാലാക്കുകയും നിങ്ങൾ അതിനെ ഹലാലായി സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതേ എന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു മറുപടി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാണ് അവർക്കുള്ള ആരാധന. അഥവാ നാം വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല ബിദ്അത്തുകളും കടന്നു വരാനുള്ള ഒരു കാരണമായി ഒരു പക്ഷേ നമുക്കിതിനെ ഗണിക്കാവുന്നതാണ്. നമ്മുടെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞുവോ അത് തന്നെയാണ് ദീൻ എന്ന് വിചാരിച്ച് അതിനപ്പുറത്തേക്ക് പ്രമാണങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്തതാണ് പല ബിദ്അത്തുകളും കടന്നു വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഒരു ഉപദേശത്തിൽ ഇപ്രകാരം കാണാം: ലാ തസ്അലിൽ ഇമാറ ഫഇന്നക ഇൻ ഉഅതീതഹ അം മസ്അലത്തിൻ ഉകിൽത ഇലൈഹാ വഇൻ ഉഅതീതഹ ഗൈറ അം മസ്അലത്തിൻ ഉഇൻത ഇലൈഹാ. നീ നേതൃത്വത്തെ ചോദിച്ചു വാങ്ങിക്കരുത്. ഫഇന്നക ഇൻ ഉഅതീതഹ അൻ മസ്അലത്തിൻ വകിൽത ഇലൈഹ, ഇനി ചോദിച്ചതിൻ്റെ ഭാഗമായി നിനക്ക് നേതൃത്വം ലഭിച്ചാൽ നീ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും, അഥവാ നിനക്കത് ഭാരമാകും. ഇനി നിനക്ക് ചോദിക്കാതെയാണ് നേതൃത്വം ലഭിക്കുന്നതെങ്കിൽ നിനക്ക് സഹായം ലഭ്യമാകും. അഥവാ നാം നേതൃത്വത്തെ ആഗ്രഹിക്കരുത്, പക്ഷേ നേതൃത്വം നമ്മിലേക്ക് വന്ന് ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.